ഇന്ന് നമ്മൾ ഒരു ഡിസൈൻ പഠിക്കുകയാണ്, നായകമണി. മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ആഭരണങ്ങൾ വരയ്ക്കുമ്പോൾ, അലങ്കാരങ്ങൾ വരയ്ക്കുമ്പോൾ അതിൽ പല സ്ഥലത്തും ഉപയോഗിക്കുന്ന ഒരു ഡിസൈനാണ് നായകമണി. നായകമണി പല തരത്തിലുള്ളതുണ്ട്. അതിൽ ഒരു തരത്തിലുള്ള നായകമണിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ വരയ്ക്കുമ്പോൾ ഏകദേശ അളവിലാണ് നമ്മൾ വരയ്ക്കുക, കൃത്യമായ അളവെടുത്തിട്ടല്ല. കാരണം ഓരോ ഫിഗറിൻ്റെ ഒരു ചിത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് നമ്മൾ വരയ്ക്കുക. നിങ്ങൾക്ക് വരച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അളവുകൾ വെച്ചിട്ട് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് കാണിച്ചു തരികയാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു 5 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഞാനൊരു വര വരയ്ക്കും, വെർട്ടിക്കൽ. നിങ്ങളുടെ ചിത്രത്തിൽ കണ്ട പോലെ ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അതിനുശേഷം ഒരു 1.5 സെൻറ്റിമീറ്റർ മുകളിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യുന്നു. അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് 2 വശങ്ങളിലേക്ക് 3.5 സെൻറ്റിമീറ്റർ അകലത്തിൽ, ടോട്ടൽ 7 സെൻറ്റിമീറ്റർ അകലത്തിൽ നമ്മൾ മറ്റൊരു വര വരയ്ക്കുന്നു. ഇവിടെ ഇങ്ങോട്ടും 3.5, ഇങ്ങോട്ടും 3.5. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ആകൃതി കിട്ടി. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇത്തരത്തിൽ നമ്മൾ മണിമാലയൊക്കെ വരയ്ക്കുമ്പോൾ ഒരു ഡിസൈൻ വരയ്ക്കില്ലേ, അത്തരത്തിലൊരു ഡിസൈൻ വരയ്ക്കുന്നു. അതേ അളവിലേക്ക് ഏതാണ്ട് താഴത്തേക്ക് വീണ്ടും ഇത്തരത്തിൽ ഒരു ഫ്ലവറിൻ്റെ ഒക്കെ ഒരു മോഡൽ വീണ്ടും നമ്മളൊരു ഡിസൈൻ വരയ്ക്കും. ഇനി നമ്മൾ ഏകദേശം ഇതിൻ്റെ ഈ ഭാഗത്ത് നിന്ന് തുടങ്ങി ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു രേഖ നമ്മൾ വരയ്ക്കുക. നമുക്ക് വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. വളരെ ലൈറ്റായിട്ട് ഒരു ഡിസൈൻ വരയ്ക്കുന്നതാണ്. ആദ്യം നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഡിസൈൻ വരയ്ക്കാം. നമ്മൾ സാധാരണ വരയ്ക്കാറുള്ള പോലെ ഒരു 3 ലൈൻസ്. അത് ഇവിടെ ഒന്ന് നമുക്കിവിടെ വേണമെങ്കിൽ പോയിൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിതുപോലെ ഒരു ഒഴുക്കനായിട്ട് ഇതിങ്ങനെ ചെയ്യാം. ഒരു ലൈന് കൂടെ നമ്മൾ എടുക്കുന്നു. നമുക്ക് പോയിൻ്റ് ചെയ്യുന്നില്ലേ, ഞാനിവിടെ പോയിൻ്റ് ചെയ്തിട്ട് ഇവിടുന്ന് കട്ട് ചെയ്യാം. ഞാൻ പോയിൻ്റ് ചെയ്യാതെ വീണ്ടും ഒരു ലൈൻ കൂടി എടുക്കുന്നു. ഒരു ലൈനും കൂടെ വരയ്ക്കുകയാണ്. ഈ ലൈൻ എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇവിടെ നിന്ന് വീണ്ടും ഞാനതിനെ യോജിപ്പിക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു 3 ലൈൻസ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ സാധാരണ മണിമാല പഠിച്ചപ്പോൾ അതിൽ ഒരു അഡീഷണൽ ആയിട്ടൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ടൊരു ഡിസൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു രാ പോലെയുള്ളൊരു ഡിസൈൻ ഓർമ്മയുണ്ടാവില്ലേ? അതിനെ കൂടെ ഞാൻ വയ്ക്കുന്നു. അതേപോലെ നമ്മൾ ഇതിൻ്റെ കുനിപ്പ് ഇങ്ങോട്ടാണ്, അതേപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ടും ഒരു ഡിസൈൻ എടുക്കുന്നു. അവിടെ നിന്ന് നമ്മളൊരു ഡിസൈൻ എടുക്കുന്നു, ഇവിടേക്ക് എടുക്കുന്നു. അതേ ഡിസൈൻ തന്നെ നമ്മൾ താഴേക്കും. അതിന് എടുക്കുന്നു. ഇതിനെ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ മണിമാല വരയ്ക്കാം. ഓക്കെ, ഇനി ഇതിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ മണിമാല വരയ്ക്കുന്നു. ഈ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതിന് ചെറിയൊരു ലൈൻ നമുക്ക് കൊടുത്തത്. ഇനി മേഖലയുള്ള ഈ 2 ലൈനുണ്ട്, അതിനെ ജസ്റ്റ് ഒന്ന് അങ്ങനെ ലിങ്ക് ചെയ്യും. സ്ട്രെയിറ്റ് ലൈൻ.
ഇതാണ് നമ്മുടെ നായകമണിയുടെ ഡിസൈൻ. അപ്പോൾ നമ്മൾ ഔട്ട്ലൈനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് നമ്മളൊരു അളവിന് വേണ്ടി വരച്ച ലൈൻസൊക്കെ നമുക്ക് മായ്ച്ച് കളയാം. ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അളവൊക്കെ ഇട്ട് വരച്ചത്. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് വരയ്ക്കുകയാണ് പതിവ്. നമ്മുടെ ഒരു മനസ്സിലെ ഒരു കണക്കനുസരിച്ച് നേരിട്ടങ്ങ് വരയ്ക്കുകയാണ് പതിവ്. അതിനുശേഷം നമ്മൾ ഈ കട്ടിങ് കൊടുക്കും. അപ്പോൾ ഈ ഏരിയ കളറിങ് വരുന്നത് ഇവിടെ നമ്മൾ യെല്ലോ കൊടുത്ത് ഷെയ്ഡ് ചെയ്യുന്നു. ഇതിലും സെയിം, ഇതിലും തന്നെ. ഇത് നമുക്ക് വേണമെങ്കിൽ വൈറ്റ് ആക്കി നിർത്താം, അല്ലെങ്കിൽ യെല്ലോ കൊടുത്ത് ഷെയ്ഡ് ചെയ്യാം. ഇതാണ് മണിമാല ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡിസൈൻ നായകമണി. അപ്പോൾ ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. എളുപ്പമാണ്. ഈ ഒരു അളവ് നിങ്ങൾ പിടിച്ചാൽ മതി. 5 സെൻറ്റിമീറ്ററിൽ ഇങ്ങോട്ട്, 7 സെൻറ്റിമീറ്ററിൽ ഇങ്ങോട്ട്, അതിനൊരു 1.5 സെൻറ്റിമീറ്റർ താഴെയായിട്ടാണ് നമ്മളിത് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ നായകമണി റെഡി. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാം. ഇതെങ്ങനെ എത്രയും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും വേഗത്തിൽ നമുക്കിത് വേഗത്തിലും വൃത്തിയിലും നമുക്കിത് വരയ്ക്കാം.